ന്യൂസ് 18 കേരളം ടീമിന് കഴിഞ്ഞ ദിവസങ്ങളേറെ അഭിമാനത്തിന്റേതായിരുന്നു, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിന്റേതായിരുന്നു. ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ച നിഖിൽ വിനോദിനെയും ആ കൊച്ചുമിടുക്കന്റെ കുടുംബത്തെയും നിങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ജീവിതത്തിൽ സന്തോഷമേ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് 18 കേരളത്തിന്റെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ നിഖിലിന് ഇനി സന്തോഷിക്കാം. കഷ്ടപ്പാടുകൾ നിറഞ്ഞ പോർമുഖത്ത് പതറാതെ പോരാടിയ ആ കൊച്ചുമിടുക്കന് ഇനി ആശ്വസിക്കാം. നിഖിലിനെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച അന്നു മുതൽ അവന് ലഭിച്ചത് പ്രതീക്ഷകൾക്കപ്പുറമുള്ള നല്ല മനുഷ്യരുടെ കരുതലും സ്നേഹവും വാത്സല്യവുമായിരുന്നു. ന്യൂസ് 18 ചേർത്ത് പിടിച്ച നിഖിലിനെ സോഷ്യൽ മീഡിയയും ഇപ്പോൾ മറ്റു മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തു എന്നതറിയുന്നതിലും ഞങ്ങൾക്കും ഏറെ സന്തോഷമുണ്ട്, ഒപ്പം അഭിമാനവും. ഇനിയും ഞങ്ങളുടെ വാർത്തകളിൽ നിഖിൽ വിനോദിനെ പോലെ കരുതൽ ആവശ്യമുള്ളവർക്ക് പ്രഥമ സ്ഥാനമുണ്ടാകും. അത് ന്യൂസ് 18 പ്രേക്ഷകർക്ക് നൽകുന്ന ഉറപ്പാണ്. ഏറ്റവും ഒടുവിൽ സന്തോഷം നൽകുന്ന കാര്യമാണ് 24 ന്യൂസിന്റെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം എന്ന പരിപാടിയിൽ നിഖിലും കുടുംബവും പങ്കെടുത്തത്. അതിന്റെ ചില ദൃശ്യങ്ങൾ കണ്ട ശേഷം നമുക്ക് മടങ്ങിയെത്താം. വ്യവസായി ഉണ്ട് നമ്മുടെ ഡയറക്ടറായിട്ട്, 24 ചെയർമാനാണ് ആലെങ്കിൽ മുഹമ്മദ് സാറ്. അപ്പൊ അദ്ദേഹം ഈ മകന്റെ പഠിപ്പിന് വേണ്ടുന്ന കാര്യങ്ങളും അതേപോലെ ഈ അമ്മയ്ക്ക് കണ്ണീർ തോർന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ ആദ്യം കല്യാണം കഴിച്ച ഭർത്താവുമായി ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ അമ്മയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. വണ്ടി പോയി ഒരു ലോറിയിൽ ഇടിച്ചിട്ട് അവരുടെ മകനും ഹസ്ബൻഡും മരിച്ചുപോയി. പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ് ഈ ഇവരുടെ അച്ഛൻ എന്ന് പറയുന്നത്. ആ മരിച്ചുപോയ മകൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവന് നിഖിൽ എന്ന പേരിട്ടത്. അന്ന് മരിച്ചത് ഒരു നിഖിലായിരുന്നു. അപ്പോൾ ഈ നിഖിൽ പ്ലസ് ഒരുപക്ഷെ ഒരു ഇപ്പോൾ 24 ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഗോപികൃഷ്ണൻ, സ്വാഗതം ന്യൂസ് 18ലേക്ക്. ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ നിഖിലിനെ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചു. 24 അവനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച വലിയ അഭിമാനം, സന്തോഷം. എങ്ങനെയാണ് നിഖിലിനെ കുറിച്ച് അറിഞ്ഞത് സർ? ഭവ്യ, ഇപ്പോ ആദ്യം തന്നെ ഞങ്ങൾ ആ സന്തോഷ തീരുമാനം നിങ്ങൾ ന്യൂസ് 18ലൂടെയും എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കാം. 24 നിങ്ങൾ അവതരിപ്പിച്ച നിഖിലിന്റെ, അതോടൊപ്പം തന്നെ നിഖിലിന്റെ സഹോദരനായ അപ്പു, നിഖിലിന്റെ രോഗിയായ അമ്മ ഷീബ, ഇവരുടെ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും 24 ഏറ്റെടുത്തിരിക്കുന്നു. 24ന്റെ ചെയർമാൻ ശ്രീ ആലുങ്കൽ മുഹമ്മദ് നിഖിലിന്റെ വിദ്യാഭ്യാസ കാര്യം, അപ്പുവിന്റെ അതേപോലെ തന്നെ രോഗിയായ അമ്മയുടെയും ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ, ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും 24 ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷ വർത്തമാനം ആദ്യം തന്നെ പറയാം. നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനൊരു നിമിത്തമായത് ന്യൂസ് 18 ആണ്. ന്യൂസ് 18ലൂടെയാണ് നിഖിലിന്റെ കഥ, നിഖിൽ എന്ന് പറയുന്ന 18കാരൻ എങ്ങനെയാണ് ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുകൊണ്ട് അനിയനെയും അമ്മയെയും നോക്കിക്കൊണ്ട് ഈ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ആ വേദനിപ്പിക്കുന്ന കഥ പുറം ലോകം അറിയുന്നത് ന്യൂസ് 18ലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായും 24 ഒരു സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ അതിലേക്ക് നിഖിലിനെയും ക്ഷണിച്ചു. അവരുടെ കുടുംബം എത്തി. അവരുടെ കഥനകഥ നമ്മൾ ഒരിക്കൽ കൂടി ആ പ്രേക്ഷകരുടെ സമക്ഷമാകും. ഒരിക്കൽ കൂടി അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് 24 അവരുടെ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കാൻ എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത്. തീർച്ചയായും ഇതിൽ ഞങ്ങൾ നിങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. കാരണം ന്യൂസ് 18 ആണ് ഈ വാർത്ത അറിയുന്നതിന് നിമിത്തമായത്. 24 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഒരു മോട്ടോ ആയിട്ട് തന്നെ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ വാർത്തകൾ കൊടുക്കുക എന്നതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ ജീവിതത്തിന് സഹായകരമാകുന്ന തരത്തിൽ, അവർക്ക് തണലേകുന്ന തരത്തിൽ, അവർക്ക് തുണയാകുന്ന തരത്തിൽ എങ്ങനെയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ നിലയിൽ ഇടപെടാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിന്റെ ഒരു തുടർച്ചയായി വേണം നിഖിലിനെയും കുടുംബത്തെയും ഒക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചതിന്റെ പിന്നിലുള്ളത്. അതോടൊപ്പം തന്നെ ന്യൂസ് 18 പോലെ ഒരു മാധ്യമത്തിലൂടെ ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്ന ശേഷമാണ് ഞങ്ങളും നിഖിലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും അതിനുശേഷം നിഖിലിന്റെ കുടുംബത്തെയും ഒക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളതും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂസ് 18ലൂടെ വാർത്ത വന്ന ശേഷം പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ നിഖിലിന്റെ ഈ വിവരങ്ങൾ അറിയുകയും ഗവർണർ നിഖിലിനെയും അതേപോലെ തന്നെ നിഖിലിന്റെ അമ്മയെയും അനിയനെയും ഒക്കെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് നിഖിലിന്റെ സഹായങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിഖിലിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ, ഒരുപക്ഷെ നമുക്കറിയാം പുതുതലമുറയെ സംബന്ധിച്ച് നിഖിൽ അവർക്കൊരു മാതൃകയാകേണ്ട കുട്ടിയാണ്.
അപ്പോൾ ആ നിഖിലിന് ഒരു കൈത്താങ് നൽകാൻ, ഒരു സ്നേഹത്തണൽ ഒരുക്കുക എന്നതാണ് 24 ഇതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിഖിലിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ നിഖിലിന്റെ ഓട്ടിസം ബാധിച്ചിട്ടുള്ള പരിമിതിയുള്ള അനുജനായ അപ്പുവിന്റെ ആരോഗ്യകാര്യത്തിലെ രോഗം സംബന്ധിച്ച ചികിത്സയുടെ കാര്യത്തിൽ, അതുപോലെ പാർക്കിൻസൺസ് ആ രോഗമാണ് അമ്മ ഷീബയ്ക്കുള്ളത്. അങ്ങനെ രോഗിയായ അമ്മയുടെയും ചികിത്സാ ചെലവ് മുഴുവനും 24 ഏറ്റെടുത്തിരിക്കുകയാണ്. 24ന്റെ ചെയർമാൻ ശ്രീ ആലുങ്കൽ മുഹമ്മദ് അത് വാക്കാൽ ഉറപ്പ് നൽകി കഴിഞ്ഞു. മുഴുവൻ കാര്യങ്ങളും, വിദ്യാഭ്യാസത്തിന്റെയും ചികിത്സയുടെയും ഒക്കെ മുഴുവൻ കാര്യങ്ങളും 24 ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അതിന് നിമിത്തമായ ന്യൂസ് 18 അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ, വളരെ കൃതാർത്ഥതയോടുകൂടി ഇക്കാര്യം ഓർക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ 24ന്റെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് നിങ്ങൾ നിഖിലിനെ ചേർത്ത് പിടിച്ചത്. തീർച്ചയായും അത് ശ്രദ്ധേയമായ ഒരു സാമൂഹ്യ ഇടപെടൽ കൂടിയായി, അതും ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അതെ, ഇപ്പൊ നമ്മളെല്ലാം ഇപ്പൊ മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണല്ലോ ഇങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സഹായം അർഹിക്കുന്നവർ, ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന്റെ പിന്തുണ അർഹിക്കുന്നവർ, അവരുടെയൊക്കെ ജീവിതകഥ എന്താണ് എന്ന് നമ്മൾ സമൂഹത്തെ അറിയിക്കുക എന്നതാണ് മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തിന്റെ ഒരു തുടർച്ചയായി തന്നെ വേണം ഇവർക്കൊരു തണൽ ഒരുക്കാനും അവർക്ക് താങ്ങായി തീരാനും ഒക്കെയുള്ള ഞങ്ങളുടെ തീരുമാനത്തെയും കാണാൻ. തുടർന്നും നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന്റെ ഒരു പിന്തുണയും അവർക്ക് സ്നേഹവും ഒക്കെ ആവശ്യമാകുന്ന ഘട്ടത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ എന്ന നിലയിൽ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. ഉറപ്പായും 24 അതിനുവേണ്ടി മുൻപന്തിയിൽ തന്നെയുണ്ട്. ഇന്നലെ 24ന്റെ പ്രേക്ഷക സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും പ്രേക്ഷകർക്കും ഞങ്ങൾ കൊടുത്തിരുന്ന ഉറപ്പ് അതാണ്. കാരണം നമുക്ക് ഒരു മാധ്യമം എന്ന നിലയിൽ എങ്ങനെയൊക്കെ ഇടപെടാം. അതിപ്പോ ഞാൻ പറഞ്ഞത് സാമ്പത്തികമായ സഹായം എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഭവ്യ, നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അധികാരികളുടെ മുന്നിൽ അവരുടെ പ്രശ്നം അവതരിപ്പിക്കുന്നതടക്കം നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. അതിന് ഉറപ്പായും 24 മുൻപന്തിയിൽ ഉണ്ടാകും. ഇപ്പൊ നിഖിലിന്റെ കാര്യത്തിൽ ന്യൂസ് 18 വിവരങ്ങൾ അറിയുകയും വാർത്ത അറിയുകയും അതിനെ തുടർന്ന് ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ നിഖിൽ വന്നപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സഹായം ഞങ്ങൾ ഉറപ്പാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടും ഈ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയായിരിക്കും 24 മുന്നോട്ട് പോകുക. തീർച്ചയായും താങ്കൾ തിരക്കിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ കൈത്താങ് വേണ്ട ആളുകൾക്കൊപ്പം ന്യൂസ് 18ഉം 24ഉം അടക്കമുള്ള മാധ്യമങ്ങൾ അവരെ ചേർത്ത് പിടിക്കാൻ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പാണ് നമ്മൾ ഈ ഒരു വലിയ ദൗത്യത്തിലൂടെ പ്രേക്ഷകർക്ക് നൽകുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഗോപികൃഷ്ണൻ, ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്.